ലൈവിൽ ഒരു അടിയായിരുന്നു. ഇപ്പോൾ കോമണർ അനീഷാണ് അടിക്ക് തുടക്കം കുറിച്ചത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റൂൾസ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൂൾസ് വായിച്ചപ്പോൾ ആര്യൻ മലയാളം തപ്പി വായിച്ചു. അതങ്ങോട്ട് കോമണർ ആയിട്ട് വന്നിട്ടുള്ള അനീഷ് ക്യാപ്റ്റൻ ആണെന്നാണ് തോന്നുന്നത്. നമ്മളെ കാണിച്ചില്ല, ക്യാപ്റ്റനാണ്. അപ്പോൾ അനീഷിനെ അത് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് പറഞ്ഞു മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർ മാത്രമാണ് ബിഗ് ബോസിൽ വരേണ്ടത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അത് നമ്മുടെ അഭിലാഷിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അഭിലാഷ് കയറി ഉടക്കി. അങ്ങനെ ഭയങ്കര ബഹളമായി. അപ്പോൾ അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു, മലയാളം വായിക്കാനും അറിയണം, മലയാളം വായിക്കാനും എഴുതാനും അറിയണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടും അഭി ദേഷ്യപ്പെട്ടു, ഭയങ്കര ഒച്ചപ്പാട് വെച്ചു. അങ്ങനെ എല്ലാവരും വെച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇത് അനീഷിൻ്റെ ഒരു ഗെയിമാണെന്ന് മനസ്സിലായി. അതിനുശേഷം അനീഷ് ഇങ്ങനെ പണ്ട് റോബിൻ നടക്കുന്ന ഒരു നടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു മിണ്ടാതെ. ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം നടന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വീണ്ടും അതൊരു ഗെയിം പ്ലാൻ ആണ് എന്ന് മനസ്സിലായി. പിന്നീട് നമ്മുടെ റെന ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, അതിങ്ങനെ അനീഷിനെ ചൊറിയാൻ ഇത് ചേട്ടൻ്റെ സ്ട്രാറ്റജിയാണോ എന്ന് ചോദിച്ച് റെന ഫാത്തിമ പുറകെ നടക്കാൻ തുടങ്ങി. ഇത് ചേട്ടൻ്റെ സ്ട്രാറ്റജിയാണോ, ഇങ്ങനെയാണോ ചേട്ടൻ കളിക്കാൻ പോണത്, ചേട്ടൻ എന്താണൊന്നും മിണ്ടാത്തത് എന്നും പറഞ്ഞ് കുറേ നേരം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെന ഫാത്തിമ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനീഷ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അടിയുടെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി അതൊരു ഗെയിം ആയിരിക്കുമോ, അനീഷിൻ്റെ ഗെയിം ആയിരിക്കുമോ. അപ്പോൾ ഒറ്റപ്പിടിയിൽ കാർഡ് എടുക്കുവാണോ, വിക്ടിം കാർഡ് ഇറക്കുവാണോ എന്നുള്ളൊരു തോന്നലിൽ എല്ലാവരും വഴിമാറിപ്പോയി. മാക്സിമം അക്ബറൊക്കെ ഒന്ന് സംസാരിക്കാൻ നോക്കി. അക്ബർ, അപ്പാനി, ശരത്ത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ അനീഷിനോട് ഒന്ന് സംസാരം നോക്കി. അനീഷ് പക്ഷേ ഒന്നും മിണ്ടിയില്ല. പിന്നെ അതിനുശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഗൈസ്. അപ്പോൾ ഒരു അടിയുടെ വക്കിലായിരുന്നു. ഒരു ഹിന്ദിക്കാരി കൊച്ചുണ്ടല്ലോ, ഹാഫ് മലയാളി ഹാഫ് പഞ്ചാബി. അപ്പോൾ ആ കൊച്ചു എങ്ങനെയാണ് മലയാളം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ആരോ പറയുന്നിട്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ അവരെ നോക്കിയിട്ടാണ് അകത്തോട്ട് കയറ്റി വിട്ടേക്കുന്നത്. കൂടുതൽ അതുകൊണ്ട് എല്ലാവരും ഇതേണൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രേണുസുതി അങ്ങനെ പ്രത്യേകമായിട്ടുള്ള സംസാര കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഇടയ്ക്കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റൂൾസ് വായിക്കാൻ നേരത്തെ നാക്കുടക്കി വേറെ എന്തോ വൃത്തിയോട് വായിച്ച്. അപ്പോൾ എല്ലാവരും കൂടി കിടന്ന് ചിരിച്ച് അങ്ങനെ തിരിച്ച് അത് ഷാരികയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ലൈവിലെ ഇതുവരെയുള്ള അപ്ഡേറ്റ്. ഇപ്പോൾ ഒരു 11:30 മണി, 11:22 ഇപ്പോൾ ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഗൈസ്.